എൻ്റെ കയ്യിൽ കാശില്ല. എൻ്റെ കയ്യിൽ നിങ്ങളൊരു പക്ഷേ എൻ്റെ നോമിനേഷൻ പേപ്പർ പരിശോധിച്ചാൽ കാണാൻ കഴിയും. എൻ്റെ അക്കൗണ്ടിൽ ഒരു 304 രൂപയായി. എനിക്ക് നോമിനേഷൻ കൊടുക്കാൻ കാശുണ്ടായിട്ടില്ല. എൻ്റെ മകള് അയച്ചു തന്ന പൈസ കൊടുത്താണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. 53 കൊല്ലം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഒരു ഉറുപ്പ്യ പോലും എൻ്റെ അക്കൗണ്ടിലില്ല. കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച നേതാക്കന്മാർ ആണ് ഇപ്പോൾ എന്നോട് പറയുന്നത് എൻ്റെ അടുക്ക കാശില്ല, എൻ്റെ അടുക്ക കാശില്ല. ശരിയാണ്, എന്നെ സഹായിക്കാൻ ജനങ്ങൾ ഒരുപാടുണ്ട്. ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിയായിരുന്നു എൻ്റെ വണ്ടിയുടെ വാടക കൊടുക്കാൻ. എൻ്റെ ഓരോ പഞ്ചായത്തിലേക്കും പോകുന്ന വാഹനത്തിൻ്റെ ചെലവ് ചെയ്യാൻ സ്പോൺസർമാർ അവരെന്നെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരികയാണ്. നിങ്ങൾ ഒരു തരത്തിലും പിന്മാറരുത്. പണമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മുന്നോട്ട് പോകണം. ക്ഷമിക്കണം, എനിക്ക് വാക്കാൻ കിട്ടുന്നില്ല. ഈ നെറികെട്ട രാഷ്ട്രീയം, ഇത്രയും വൃത്തികെട്ട ഒരു സമീപനം സ്വീകരിക്കുന്ന നേതൃത്വം, എൻ്റെ പാർട്ടി പരിശുദ്ധമാണ്. എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടി പരിശുദ്ധമാണ്. അതിനെ തകർക്കുന്ന ഒരുപറ്റം ആളുകൾ, ഒരുപറ്റം നേതാക്കന്മാർ